ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ നിങ്ങൾ NSMC പ്രിപ്പറേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്ലാസ് 9 കോർഡിനേറ്റ് ജോമെട്രി എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ദ പോയിന്റ് -1 -4 ലൈസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ്. ദ പോയിന്റ് 5 6 ലൈസ് ഇൻ ദി fourth quadrant. The point -2 lies in the second quadrant. The point 3 -4 lies in the third quadrant. സോ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞിട്ട് ഏത് ക്വാഡ്രന്റിലാണെന്ന് തിരിച്ചറിയണമെങ്കിൽ, ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, എക്സ് വൈ ആക്സിസ് ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞിട്ട് എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ആ വൈ ആക്സിസിൽ എക്സും വൈ ആക്സിസും നമ്മൾ വരച്ചു കഴിയുമ്പോൾ അവിടെ ഓൾസോ എക്സ് ഡാഷും വൈ ഡാഷും ഉണ്ട് കേട്ടോ. നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ, നെഗറ്റീവ് വൈ ഡയറക്ഷൻ ഒക്കെ ഉണ്ട് നമുക്കറിയാം. അപ്പോൾ എക്സ് ആക്സും വൈ ആക്സും നമ്മൾ ഒരു പ്ലെയിനിൽ വരച്ചു കഴിഞ്ഞാൽ അത് ആ പ്ലെയിനിനെ 4 പാർട്ടാക്കിയിട്ട് മാറ്റും അല്ലേ. ഇങ്ങനെ ഈ ഒരു പാർട്ട് ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ പാർട്ട് ഉണ്ട്, തേർഡ് പാർട്ട് ഉണ്ട്, ഫോർത്ത് പാർട്ട് ഉണ്ട്. ഈ ഓരോ പാർട്ടിനെയാണ് അല്ലെങ്കിൽ ഓരോ ഏരിയനെയാണ് നമ്മൾ ക്വാഡ്രന്റ്സ് എന്ന് പറഞ്ഞ് വിളിക്കാം, റൈറ്റ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. ദിസ് ഇസ് ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് ക്വാഡ്രന്റ്. സോ സെക്കൻഡ് ക്വാഡ്രന്റ് നമ്മൾ ലെഫ്റ്റിലേക്കാണ് വരിക, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ക്വാഡ്രന്റ് എടുക്കുക. ഇതാണ് തേർഡ് ക്വാഡ്രന്റ് വരിക, ഇതാണ് എന്ത് ഫോർത്ത് ക്വാഡ്രന്റ് വരിക. യെസ്, അങ്ങനെയാണെങ്കിൽ ഇതാണ് 4 ക്വാഡ്രന്റ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, നമുക്കറിയാം ഒറിജിൻ ഉണ്ട്, 0 0 ആണ് അതിൻ്റെ കോർഡിനേറ്റ്സ്. ആൻഡ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1ഉം ഇവിടെ 1 ഇവിടെ 2 എടുത്തു. ആൻഡ് ആ പോയിന്റ് 1,2 എന്നായിരിക്കും. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ആൾക്കാരെല്ലാം എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സോ ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ് പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റിലെ എക്സ് കോർഡിനേറ്റും ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏതൊരു പോയിന്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരികയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവുമായിട്ട് മാറും. ഇവിടെ നമുക്കറിയാം -1 -2 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഫോമിലായിരിക്കും, -2,1 എന്നുള്ള ഫോമിൽ, അല്ലെങ്കിൽ -4,5 ഇങ്ങനെ ആയിരിക്കും. അതായത് ഫസ്റ്റ് നമ്പർ നെഗറ്റീവും സെക്കൻഡ് നമ്പർ പോസിറ്റീവും ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിൽ അത് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഫോർത്ത് ക്വാഡ്രന്റിൽ പോസിറ്റീവ് നെഗറ്റീവ് ആണെന്നുള്ള കാര്യവും മനസ്സിലാക്കുക. സോ ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റ് ഉണ്ട്, സെക്കൻഡ് ക്വാഡ്രന്റ് ഉണ്ട്, തേർഡ് ഉണ്ട്, ഫോർത്ത് ഉണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ എക്സും വൈയും കോർഡിനേറ്റ്സ് എന്താണ്, നെഗറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? പോയിന്റ് -1 -4 എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഫസ്റ്റ് ക്വാഡ്രന്റിലാണോ? അല്ല, തേർഡ് ക്വാഡ്രന്റിലായിരിക്കും. ഓക്കെ, കാരണം എന്താ, നെഗറ്റീവ് വരുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ്. ഓക്കെ, ദ പോയിന്റ് 5 6 ലൈസ് ഇൻ ദി ഫോർത്ത് ക്വാഡ്രന്റ്. 5 6 എന്ന് പറയുമ്പോൾ രണ്ടും പോസിറ്റീവ് ആണ്, അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരേണ്ടത്. സോ ദിസ് ഈസ് ഓൾസോ എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇത് റോങ് ആണ്, ഇത് റോങ് ആണ്. ദ പോയിന്റ് -2 ലൈസ് ഇൻ ദി സെക്കൻഡ് ക്വാഡ്രന്റ്. -2 ലൈസ് ഇൻ ദി സെക്കൻഡ് ക്വാഡ്രന്റ്, അത് കറക്റ്റ് ആണ് അല്ലേ. ഫസ്റ്റ് രണ്ടും റോങ് ആയിരുന്നു, ഇത് കറക്റ്റ് ആണ്. കാരണം എന്താ, നെഗറ്റീവ് പോസിറ്റീവ് നമ്മൾ കണ്ടത് എവിടെയാണ്, സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കണ്ടത്. സോ ദിസ് ഇസ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ദ പോയിന്റ് 3 -4 ലൈസ് ഇൻ ദി തേർഡ് ക്വാഡ്രന്റ്. 3 -4 തേർഡ് ക്വാഡ്രന്റിലായിരിക്കില്ല, കാരണം എന്താ, പോസിറ്റീവ് നെഗറ്റീവ് ആണ്, അത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. സോ ദിസ് ഇസ് ഓൾസോ റോങ്. സോ ഓൺലി ഓപ്ഷൻ 3 ഈസ് അവർ റൈറ്റ് ആൻസർ. കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The point which lies on the y-axis at a distance of 5 units in the negative direction of y-axis. So y-axisൽ നമ്മളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പോയിന്റ് എടുക്കുന്നത്? ഇത് x-axis, here it is y-axis, origin, and at a distance of 5 units in the negative direction of y-axis. നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് y-axis എന്ന് പറയുമ്പോൾ ഏതാ, ഇത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് y-axis ആണ്, ഇതാണ് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് y-axis. ഇത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, ദിസ് ഇസ് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. സോ നെഗറ്റീവ് വൈ ആക്സിസ് ഡയറക്ഷനിൽ നമ്മളൊരു 5 യൂണിറ്റ്സ് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 2 3 4 5. -5 ആരുണ്ടാവുക, ആ ഒരു പോയിന്റ് ഉണ്ടാവുക -5. 5 യൂണിറ്റ്സ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്, ഇങ്ങനെയാണ് -5 ആണ് ഉണ്ടാവുക. ഇനി ആ പോയിന്റിന്റെ വൈ ആക്സിലെ ഏതൊരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഏത് ഫോമിലായിരിക്കും, 0 -1 അല്ലെങ്കിൽ 0 1 0 2 0, ആ ഒരു വൈ കോർഡിനേറ്റ് എന്നുള്ള ഒരു ഫോമിലായിരിക്കും പോയിന്റ് ഉണ്ടാവുക. സോ ദിസ് പോയിന്റ് വിൽ ബി 0 -5. 0 -5 എന്നാണ് നമ്മൾ ഈ ഒരു പോയിന്റിനെ മാർക്ക് ചെയ്യുക, വിച്ച് ഈസ് ഓപ്ഷൻ സി. ഇനി മുകളിൽ പോയിന്റ്സ് നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ദിസ് ഇസ് 0 1, ദിസ് ഇസ് 0 2, അടുത്തത് 0 3,
അങ്ങനെ ആയിരിക്കും വൈ ആക്സിലെ പോയിന്റ്സ് പോകുന്നത്. എക്സ് ആക്സിലെ പോയിന്റ്സ് എങ്ങനെയാണ് പോവുക? 1 0 2 0 3 0 ഇങ്ങനെയാണ് എക്സ് ആക്സിലെ പോയിന്റ്സ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. നെഗറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ -1 0 -2 0 -3 0 അങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുക, പോയിന്റ്സ് മാർക്ക് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. യെസ്, അത് ക്ലിയർ ആണ്. നെക്സ്റ്റ്, ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ഡു നോട്ട് ലൈ ഇൻ ദി തേർഡ് ക്വാഡ്രന്റ്? അപ്പോൾ ഡു നോട്ട് ലൈ ഇൻ ദി തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ നമ്മൾ പഠിച്ചു എന്താണ്? യെസ്, ഇവിടെ നോക്കാം. തേർഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്, രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് നോക്കാം. ഇതാ രണ്ടും നെഗറ്റീവ് ആണ്. -1 -2 രണ്ടും നെഗറ്റീവ് ആണ്. -6 -3 രണ്ടും നെഗറ്റീവ് ആണ്. ഇതെല്ലാം എവിടെയാണ്? തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ അല്ലാത്ത പോയിന്റ് എന്ന് പറയുന്നത് ഓഫ് ദ ഫോളോയിങ് ഡു നോട്ട് ലൈ ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് എന്നാണ്. തേർഡ് ക്വാഡ്രന്റിൽ അല്ലാത്ത പോയിന്റ് 6 3 മാത്രമാണ്. അതാകെ ഒരു പോയിന്റേ ഉള്ളൂ. സോ ഓപ്ഷൻ എ 1 ഈസ് അവർ ആൻസർ. ഓക്കെ, അത് ക്ലിയർ ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ് അല്ലേ. ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 5 - 2 ഫ്രം ദി എക്സ് ആക്സിസ് ഈസ്. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 5 - 2 ഫ്രം ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നോക്കി നോക്കാം. ഇവിടെ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. 5 2 എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെയായിരിക്കും? ഇവിടെ ഇപ്പോൾ 1 2 3 4 5 ഞാൻ കൺസിഡർ ചെയ്തു. 1 2 ഞാൻ കൺസിഡർ ചെയ്തു. 1 2 3 4 5 1 2 ആൻഡ് -1 -2. സോ 5 2 എന്ന് പറയുന്ന പോയിന്റ് ഇതാ ഇങ്ങനെ ആയിരിക്കും. ഇവിടെയുള്ള പോയിന്റ് ആയിരിക്കും 5 2. നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യാനൊക്കെ പഠിക്കുന്നുണ്ടല്ലേ. 5 ഇങ്ങനെ വരും, -2 എന്ന് ഇങ്ങനെ പോകും. ഇവിടെയുള്ള പോയിന്റ് ആയിരിക്കും എന്ത്? 5 2 എന്ന് പറയുന്ന 5 - 2 എന്ന് പറയുന്ന പോയിന്റ്. ദിസ് ഈസ് ദ പോയിന്റ് 5 - 2. യെസ്, സോ 5 - 2 എന്നുള്ള പോയിന്റ് നമ്മൾ കണ്ടു. ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദി എക്സ് ആക്സിസ് ആണ് ചോദിച്ചത്. ഈ ഒരു പോയിന്റ് നിന്ന് എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് ഇതെത്രയാണ് ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് ഇതേ എക്സ് ആക്സിലേക്കുള്ള സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കും എന്ത്? ഈ -2 ഈ എക്സ് ആക്സിലേക്കുള്ളത് അല്ലേ. ഈ ഒരു പോയിന്റ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈ ഒരു ഡിസ്റ്റൻസും സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 ആണ്, അല്ലെങ്കിൽ 2 യൂണിറ്റ്സ് ആണ്. റൈറ്റ്, ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ ഇത് എത്ര യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ എടുക്കണം? 2 യൂണിറ്റ്സ് ആയിട്ട് എടുക്കണം. സോ ഓപ്ഷൻ ഡി 2 ആണ് നമ്മുടെ ആൻസർ. ഡിസ്റ്റൻസ് ആയി ചോദിച്ചത് കൊണ്ട് പോസിറ്റീവ് ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ 2 യൂണിറ്റ്സ് ആണ് എക്സ് ആക്സിസ് എന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ വൈ വാല്യൂ നോക്കുക, വൈ കോർഡിനേറ്റ് നോക്കുക. -2 ആണുള്ളത്, അതിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താലും മതി. -2 നിങ്ങൾ പോസിറ്റീവ് ആക്കുമ്പോൾ +2 എന്ന് കിട്ടും. അതായിരിക്കും എന്ത്? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പം ഒരു പോയിന്റ് നിന്ന് എക്സ് ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ അവിടുത്തെ വൈ കോർഡിനേറ്റിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ മതി, അല്ലെങ്കിൽ വൈ കോർഡിനേറ്റിന്റെ പോസിറ്റീവ് വാല്യൂ ആയിട്ട് എടുക്കാം. റൈറ്റ്, ഇനി വൈ ആക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചെങ്കിലോ, വൈ ആക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ഫുള്ളായിട്ട് വരും. അത് എത്രയായിരിക്കും? 5 ആയിരിക്കും. അവിടുത്തെ എക്സ് കോർഡിനേറ്റിനോട് ഈക്വൽ ആയിരിക്കും. റൈറ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 5 ആണ്, എക്സ് കോർഡിനേറ്റിനോട് ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. സോ ഓപ്ഷൻ ഡി 2 ആണ്. 2 ഡി ആണ് നമ്മളെ ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ പോയിന്റ് ഹൂസ് ഓർഡിനേറ്റ് ഈസ് 4 ആൻഡ് വിച്ച് ലൈസ് ഓൺ ദി വൈ ആക്സിസ് ഈസ് a, 4. ദി വാല്യൂ ഓഫ് a ഈസ്. ഓർഡിനേറ്റ് 4 ആണ് ആൻഡ് ലൈസ് ഓൺ ദി വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിലുള്ള ഏതൊരു പോയിന്റ് നമ്മൾ പറഞ്ഞു 0,1 0,2 0,3 അങ്ങനെയുള്ള ഒരു ഫോമിലായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്തായിരിക്കും? ഓർഡിനേറ്റ് 4 എന്ന് പറഞ്ഞാൽ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് 0,4 എന്നുള്ള ഫോമിലായിരിക്കില്ലേ. 0,4 എന്ന് പറയുമ്പോൾ a എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷൻ ബി, ഈസി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പോയിന്റ് ഹൂസ് ആബ്സിസ ഈസ് നെഗറ്റീവ് ആൻഡ് ഓർഡിനേറ്റ് ഈസ് പോസിറ്റീവ് ലൈസ് ഇൻ. ആബ്സിസ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ ആബ്സിസ നെഗറ്റീവ്, ഓർഡിനേറ്റ് പോസിറ്റീവ്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെയുള്ള പോയിന്റ് എവിടെയാണെന്നാണ് ചോദിച്ചത്. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തിരുന്നു. നെഗറ്റീവ് പോസിറ്റീവ് ഇതാ എവിടെയാണ് കിടക്കുന്നത് നോക്കുക, സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ എവിടെയായിരിക്കും? സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മിറർ ഇമേജ് ഓഫ് ദി പോയിന്റ് 4 - 3 ഇൻ ദി എക്സ് ആക്സിസ് ഈസ്. സോ നമുക്ക് ജസ്റ്റ് വരച്ചു നോക്കാം റഫായിട്ട്. 4 - 3 ആണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, 4 - 3 എന്ന് പറയുമ്പോൾ 1 2 3 4 1 2 3. യെസ്, 4 - 3 എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെതാ ഇവിടെ ആയിരിക്കും 4 - 3 എന്നുള്ള പോയിന്റ് ഉണ്ടാവുക. റൈറ്റ്, യെസ്, ഓൾമോസ്റ്റ് 4 - 3 1 2 3 4 -1 -2 -3.
4 - 3 എന്നുള്ള പോയിന്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഒറിജിൻ ഉണ്ട്. റൈറ്റ്. ഇനി എന്താ ചോദിച്ചത്? ദ റിഫ്ലക്ഷൻ, ദ മിറർ ഇമേജ് ഓഫ് ദ പോയിന്റ് ഇൻ ദി എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിന് ബേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മിറർ ഇമേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എക്സ് ആക്സിസിൽ നമ്മളൊരു മിറർ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ഇത് എവിടെ ആയിരിക്കും എന്നാ ചോദിച്ചാൽ, ആ മിററിൽ ഇതിൻ്റെ ഈ ഒരു പോയിന്റിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള സെയിം ഡിസ്റ്റൻസിൽ ഇവിടെ ആയിരിക്കും അതിൻ്റെ ആ ഒരു പോയിന്റിൻ്റെ പൊസിഷൻ ഉണ്ടാവുക അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള സെയിം ഡിസ്റ്റൻസിൽ ഇങ്ങോട്ടേക്ക് ഒരു ആ പൊസിഷൻ ഉണ്ടാവും പോയിന്റിൻ്റെ. റൈറ്റ്. ഇങ്ങനെ മിറർ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സ് ആക്സിൽ മിറർ വെക്കുന്ന പോലെ നമ്മൾ ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇത് എത്ര യൂണിറ്റ്സാണ്? 3 യൂണിറ്റ്സ് ആണ്. ഇവിടെയും 3 യൂണിറ്റ്സ് ആണ് ഉണ്ടാവുക. റൈറ്റ്. ഇത് 3 യൂണിറ്റ്സ് ആണല്ലോ. അപ്പോൾ ഇവിടെയും 3 യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ 3 യൂണിറ്റ്സ് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, ഇത് 3 യൂണിറ്റ്സ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ എവിടെയാണ് ഉണ്ടാവുക? ഇതാ 3-യിലല്ലേ ഉണ്ടാവുക? 3-യിലാണ് ഉണ്ടാവുക. സോ ഹിയർ ഇറ്റ് ഈസ് 1 2 3 1 2 3. സോ ദ പോയിന്റ് വിൽ ബി, ഏതായിരിക്കും ആ പോയിന്റ്? ഇങ്ങനെ വരുന്ന പോയിന്റ് ഏതായിരിക്കും? 3-യിൽ നിന്ന് ഇങ്ങനെ 4 നിന്ന് ഇങ്ങനെ ഇവിടെ ആയിരിക്കും ആ പോയിന്റ് ഉണ്ടാവുക. റൈറ്റ്. സോ ആ പോയിന്റ് ഏതായിരിക്കും? 4,3 ആയിരിക്കും. റൈറ്റ്. സോ ദ പോയിന്റ് വിൽ ബി 4,3. 4,3 ആയിരിക്കും. അതായത് എക്സ് ആക്സിൽ നമ്മളൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. സെയിം ഡിസ്റ്റൻസിൽ. ഇവിടെ 3 യൂണിറ്റ്സ് ആണ്, ഇവിടെയും 3 യൂണിറ്റ്സ് ആണ്. റൈറ്റ്. അപ്പോൾ 4,3 എന്നുള്ള പോയിന്റിലായിരിക്കും ഉണ്ടാവുക, വിച്ച് ഈസ് ഓപ്ഷൻ എ ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ വരിക. റൈറ്റ്. 4,3. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോയിന്റ് 1 2 ആൻഡ് ദ പോയിന്റ് 1 6 ലൈ ഓൺ ദി line that is parallel to x-axis, parallel to y-axis, passing through the origin. So just ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എക്സ് വൈ ആക്സിസ് വരയ്ക്കുക. എക്സ് വൈ ആൻഡ് 1 2 ആൻഡ് 1 6 ആണ് പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ 1 2 1 2 1 2 3 4 5 6 1 2 3 4 5 6. സോ 1 2 എന്ന് പറയുന്ന പോയിന്റ് ഇതാ 1 2 ഇവിടെ ആയിരിക്കും ആ പോയിന്റ് ഉണ്ടാവുക. ഓക്കെ. ഓൾമോസ്റ്റ് ഹിയർ ദിസ് ഇസ് 1 2 ആൻഡ് ഓൾസോ 1 6 എന്ന് പറയുന്ന പോയിന്റോ 1 ഇങ്ങനെ പോകുന്നുണ്ട്, 6 ഇങ്ങനെ പോകുന്നുണ്ട്. ഇതായിരിക്കും 1 6 എന്ന് പറയുന്ന പോയിന്റ്. റൈറ്റ്. സോ ദിസ് ഇസ് 1 6. സോ നിങ്ങൾ നോക്കി നോക്ക്, ഈ രണ്ട് പോയിന്റ്സും 1 2 1 6 എവിടെ, ഏത് ലൈനിലാണ് ഉള്ളത്? ഇങ്ങനെ പോകുന്ന ഒരു ലൈനിലല്ലേ ഉള്ളത്. 1 2 എന്ന് പറയുന്ന പോയിന്റും 1 6 എന്ന് പറയുന്ന പോയിന്റും ഇതാ ഇങ്ങനെ പോകുന്ന ഒരു ലൈനിലാണ് ഉള്ളത്. അങ്ങനെ പോകുന്ന ലൈൻ എന്ന് പറയുന്നത് ഏത് ലൈനാണ്? വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ അല്ലേ? ഇതിവിടെ വൈ ആക്സിസ് ഉണ്ട്, ഇവിടെ അതിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ഉണ്ട്. ആ ലൈനിലാണ് ഈ രണ്ട് പോയിന്റും ഉള്ളത്. അപ്പോൾ വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലൂടെയാണ് ആര് കടന്നു പോവുക? ഈ രണ്ട് പോയിന്റ്സ് ഉണ്ടാവുക. ദ പോയിന്റ് 1 2 ആൻഡ് 1 6 ലൈ ഓൺ ദി ലൈൻ ദാറ്റ് ഈസ് പാരലൽ ടു വൈ ആക്സിസ്. യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ലൈൻ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഇങ്ങനെയാണ് ആ ലൈൻ ഉണ്ടാവുക എന്ന് വിചാരിക്കാം. പാരലൽ ടു വൈ ആക്സിസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, മൂവിങ് ഓൺ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 2 3 ആൻഡ് 4 1 ഈസ് 2 3 4 1. ഇങ്ങനെ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്കറിയാം x1 y1 x2 y2 ഇങ്ങനെയാണ് രണ്ട് പോയിന്റ്സ് എങ്കിൽ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ എന്നുള്ളതാണ്. റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. സോ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് പോയിന്റ്സ് 2 3 ആൻഡ് 4 1 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? റൂട്ട് ഓഫ് x1 ആയിട്ട് ആരെ എടുക്കാം? ഇവിടെ ഞാൻ x1 എന്നും y1 എന്നും കൊടുത്തു, x2 ആൻഡ് y2. സോ x1 എന്ന് പറഞ്ഞാൽ 2 ആണ്, x2 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 2 മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് y1 എന്താ 3 ആണ്, y2 1 ആണ്. സോ 3 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഈസിലി നമുക്ക് ഡിസ്റ്റൻസ്, രണ്ട് പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഫോർമുല നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. യെസ്, എന്താണ് ഫോർമുല? ഇതാണ് ഫോർമുല കേട്ടോ. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് എത്രയാണ് കിട്ടുക? റൂട്ട് ഓഫ് 2 മൈനസ് 4 എന്ന് പറഞ്ഞാൽ -2ൻ്റെ സ്ക്വയർ. -2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. സോ റൂട്ട് ഓഫ് 4 പ്ലസ് 4 എന്ന് വരും.
വിച്ച് ഈസ് റൂട്ട് 8. റൂട്ട് 8 എന്നാ വരിക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾ നോക്കുക. ഓപ്ഷൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സോ റൂട്ട് 8ന് പകരം ഞാൻ എന്താക്കുന്നുണ്ട്, റൂട്ട് ഓഫ് 2 ഇൻറ്റു 4 എന്ന് എഴുതുന്നുണ്ട്. റൂട്ട് ഓഫ് 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റൂട്ട് 2 ഇൻറ്റു റൂട്ട് 4 ആണ്. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 4 ആണ്. റൂട്ട് 4 നമുക്കറിയാം 2 ആണ്. സോ റൂട്ട് 2 ഇൻറ്റു 2 എന്ന് വരും, അല്ലെങ്കിൽ 2 റൂട്ട് 2 എന്നായിരിക്കും നമ്മളുടെ ഫൈനൽ ആൻസർ വരിക, വിച്ച് ഈസ് ഓപ്ഷൻ എ. 2 റൂട്ട് 2 ആണ് നമ്മളുടെ ആൻസർ. സോ ഡിസ്റ്റൻസ് ഫോർമുല കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 2 പോയിന്റ്സ് ഇതേപോലെ തന്നു കഴിഞ്ഞാൽ ആ പോയിന്റ്സ് ഇതിലിട്ട് കൊടുത്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും, 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് A0 ആൻഡ് 0B ഈസ് A0 0B. അങ്ങനെയാണെങ്കിൽ ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, നമുക്കറിയാം റൂട്ട് ഓഫ് ഇവിടെ x1 y1 കൊടുക്കുക, x2 y2 കൊടുക്കുക. x1 മൈനസ് x2 എന്ന് പറയുമ്പോൾ a മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 എന്ന് പറയുമ്പോൾ 0 മൈനസ് b ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്നുള്ളതായിരിക്കും എന്ത്, A0 എന്നും 0B എന്ന് പറയുന്ന 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഓപ്ഷൻ എ ആണ്. യെസ്, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The distance between the points x0 and 04 is 5, then x is equal to x0 04. ഈ 2 പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ആ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 5 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് അപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ജസ്റ്റ് ഫോർമുല യൂസ് ചെയ്തൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. x0 ആൻഡ് 04 ആണ്. സോ ഇവിടെ ഞാൻ x1 എന്നും ഇത് y1 എന്നും x2 എന്നും y2 എന്നും കൊടുത്തു. x1 മൈനസ്, അപ്പോൾ റൂട്ട് ഓഫ് x1 മൈനസ് x2 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് x1 x ആണ്. അപ്പോൾ റൂട്ട് ഓഫ് x മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 4 ഹോൾ സ്ക്വയർ എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 0 മൈനസ് 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര, 4ൻ്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 16 ആണ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിസ്റ്റൻസ് വരിക. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 16 എന്നുള്ളതാണ് നമ്മളുടെ ഡിസ്റ്റൻസ് വരിക. ആ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 5 ആണ് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു 5. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് കിട്ടും. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ 2 സൈഡും ഞാൻ സ്ക്വയർ ചെയ്യാണ്. ഇവിടെ സ്ക്വയർ ചെയ്തു, ഇവിടെയും സ്ക്വയർ ചെയ്തു. അപ്പോൾ എന്താ കിട്ടുക, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 16 ഇതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു 5ൻ്റെ സ്ക്വയർ. റൂട്ടിനെ നമ്മൾ സ്ക്വയർ ചെയ്താൽ റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസൽ ആവും. ബാക്കി ആരാണ്ടാവുക, എക്സ് സ്ക്വയർ പ്ലസ് 16 ഈക്വൽ ടു 25 എന്നുണ്ടാവും. റൈറ്റ്. സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് 16 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 9. എക്സ് സ്ക്വയർ 9 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 എന്ന് കിട്ടും. എക്സ് എയ്തർ 3 പ്ലസ് 3 അല്ലെങ്കിൽ മൈനസ് 3 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. പ്ലസ് ഓർ മൈനസ് 3 എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ x0 എന്നുള്ളിടത്ത് നമുക്ക് വേണമെങ്കിൽ 30 അല്ലെങ്കിൽ മൈനസ് 30 എന്ന് പറയാം. 2 പോയിന്റ് ആണെങ്കിലും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 5 ആയിരിക്കും. 30 എന്നുള്ള പോയിന്റ് ആണെങ്കിലും മൈനസ് 30 എന്നുള്ള പോയിന്റ് ആണെങ്കിലും ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. യെസ്, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A23 and B4K are such that AB equal to 2 root 2. അതായത് 2 പോയിന്റ്സ് ഉണ്ട്. ആ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് AB എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുള്ളത്. 2 root 2 ആണ് ആ ഡിസ്റ്റൻസ്. then a value of k is, ഇങ്ങനെയാണെങ്കിൽ കെൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് AB എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ x1 y1 കൊടുത്തു, ഇത് x2 y2 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുക. x1 മൈനസ് x2 ഹോൾ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് 2 മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് 3 മൈനസ് k ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്. മൈനസ് 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 പ്ലസ് 3 മൈനസ് k ഹോൾ സ്ക്വയർ. 3 മൈനസ് k ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ 3 സ്ക്വയർ പ്ലസ് k സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 3 ഇൻറ്റു k, ദാറ്റ് ഈസ് മൈനസ് 6k. ഇതെന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 2 റൂട്ട് 2നോട് ഈക്വൽ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 റൂട്ട് 2. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് 2 സൈഡും ഒന്ന് സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ എന്താണ് 4 പ്ലസ് 3 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 ആണ്. 9ഉം 4ഉം 13 എന്ന് കിട്ടും. സോ 13 പ്ലസ് k സ്ക്വയർ മൈനസ് 6k ഈക്വൽ ടു 4 ഇൻറ്റു 2 എന്ന് കിട്ടും. ഓക്കെ, സോ അല്ലെങ്കിൽ k സ്ക്വയർ മൈനസ് 6k പ്ലസ് 13 മൈനസ് 8 എന്ന് വരും. പ്ലസ് 13 മൈനസ് 8 എന്ന് പറയുമ്പോൾ പ്ലസ് 1 എന്ന് വരും. പ്ലസ് 13 മൈനസ്
8 ഈക്വൽ ടു 0 എന്ന് വരും, റൈറ്റ്. കാരണം എന്താ, ഈ 8 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -8 ആയിട്ട് മാറും. സോ ഫൈനലായിട്ട് k² മൈനസ് 6k പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് കിട്ടും. k² മൈനസ് 6k പ്ലസ് 5 ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടുക. കെ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കാം. കെ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും നോക്കാം. നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഇവിടെ കിട്ടുക. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ വാല്യൂസ് വേണേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്ത് നോക്കാം, റൈറ്റ്. 5 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ 5² മൈനസ് 6 ഇൻറ്റു 5 പ്ലസ് 5, റൈറ്റ്. 5² എന്ന് പറയുമ്പോൾ 5² ഈസ് 25 മൈനസ് 6 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 30 എന്ന് വരും, പ്ലസ് 5 ഈക്വൽ ടു 0. യെസ്, 5 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 25ഉം 5ഉം 30, 30 മൈനസ് 30 0 ആണ്. 5 കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഓപ്ഷൻ എ 5 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ വരിക. 6 നിങ്ങൾ കൊടുത്തു നോക്ക്. 6² എന്ന് പറഞ്ഞാൽ 36 മൈനസ് 6 ഇൻറ്റു 6, റൈറ്റ്. അഗെയിൻ 36 മൈനസ് 6 ഇൻറ്റു 6 ഈസ് 36. സോ അവിടെ 0 ആയിട്ട് പോകും. അഗെയിൻ ഒരു 5ഉം കൂടെ വരും, 6 വരില്ല. 7 ആണെങ്കിലോ, 7 ഇൻറ്റു 7 49 മൈനസ് 6 ഇൻറ്റു 7 42. യെസ്, അതും കറക്റ്റായിട്ട് വരില്ല. 4 കൊടുത്താൽ 16 മൈനസ് 24 പ്ലസ് 5 എന്ന് വരും. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ. സോ ഓൺലി ഓപ്ഷൻ 5 കൊടുക്കുമ്പോൾ മാത്രമാണ് കേക്ക് ഈ കറക്റ്റ് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുന്നത് എന്ന് കാര്യം മനസ്സിലാക്കുക. സോ A 5 ആണ് നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വേർട്ടീസസ് 0 0 3 0 ആൻഡ് 0 4 ഈസ്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമുക്കറിയാം 0 0 ആണ് ഒരു വേർട്ടെക്സ്, 3 0 ആണ് മറ്റേ വേർട്ടെക്സ്, 0 4 ആണ് മറ്റേ വേർട്ടെക്സ്. അപ്പോൾ 0 0 3 0 തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, അതായിരിക്കും ഒരു സൈഡ്. 3 0 0 4 തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, അതായിരിക്കും രണ്ടാമത്തെ സൈഡ്. 0 0യും 0 4ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാം, അതായിരിക്കും മൂന്നാമത്തെ സൈഡ്. അപ്പോൾ 3 സൈഡിൻ്റെ ലെങ്ത്തും കിട്ടും. ആ ലെങ്ത്ത് ചുമ്മാ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, പെരിമീറ്റർ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കൂടുതൽ പ്രോബ്ലംസ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതോറും കൂടുതലായിട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ നമ്മുടെ NSMC എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഓക്കെ, NSMC എക്സാമിന് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇതാ QR കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, NSMCക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. NSMC എന്ന് പറയുന്നത് നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ്, നമ്മൾ സെൻവൈ ലേണിംഗ് നടത്തുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. ഒരുപാട് സ്കോളർഷിപ്സും ഒരുപാട് പ്രൈസും കാര്യങ്ങളൊക്കെ NSMC എക്സാമിന് കിട്ടുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ത്രൂ ചോദിക്കുക. ഓക്കെ, സോ പ്രിപ്പറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകട്ടെ. നമുക്ക് വേറൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.